ഇറാന്റെ മിസൈൽ ആക്രമണത്തിനുടൻ തിരിച്ചടിയെന്ന് ഇസ്രായേൽ. വലിയ പിഴ കൊടുക്കേണ്ടി വരുമെന്നും നെതന്യാഹു. ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തത് 100-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ. ടെലവീവിലെ വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ ഇസ്രായേൽ ഫലപ്രദമായി ചെറുത്തെന്ന് അമേരിക്ക. സഹായം വാഗ്ദാനം ചെയ്ത് പ്രസിഡന്റ് ജോ ബൈഡൻ. സ്ഥിതി വിലയിരുത്താൻ UN രക്ഷാസമിതി ഇന്ന് ചേരും. മധ്യസ്ഥതയ്ക്ക് തയ്യാറെന്ന് ഇന്ത്യ. ഗാന്ധി സ്മരണയിൽ രാജ്യം. മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മദിനത്തിൽ രാജ്യത്തെങ്ങും വിപുലമായ ആഘോഷം. രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരണം. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ PR ഏജൻസി ഇടപെടൽ കൂടുതൽ വിവാദങ്ങളിലേക്ക്. CPM-മായി ബന്ധമുള്ള ഏജൻസി പ്രതിനിധിയും പിണറായിക്കൊപ്പം ഉണ്ടായിരുന്നെന്ന് വിവരം. ഏജൻസിക്ക് ആരാണ് പണം നൽകുന്നതെന്ന് പ്രതിപക്ഷം. പ്രതികരിക്കാതെ മുഖ്യമന്ത്രി. തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്തിൽ വ്യാപക അഴിമതി. ഭരണസമിതി സ്ഥാപിച്ച ബോട്ടിൽ ബൂത്തുകൾക്ക് ഈടാക്കിയത് ഇരട്ടി തുകയെന്ന് യൂത്ത് കോൺഗ്രസ്. വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യം. ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിന് പകരം വീട്ടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേലിലേക്ക് 100-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ട് ഇറാൻ. ആക്രമണത്തെ ഫലപ്രദമായി നേരിട്ടതായി ഇസ്രായേലും അമേരിക്കയും വ്യക്തമാക്കി. അതിനിടെ ഇസ്രായേലിലെ ടെലവീവിൽ നടന്ന വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു. ന്യൂയോർക്കിൽ ഇന്ന് UN രക്ഷാസമിതി അടിയന്തര യോഗം ചേരും. വിശദാംശങ്ങളുമായി നമിത ചേരുന്നു. നമിത, എങ്ങനെയാണ് വിവരങ്ങൾ? ഇപ്പോൾ ഇസ്രായേലിന് തിരിച്ചടി